ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം: ചന്ദ്രന് ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം എടുക്കുന്നതിനാൽ. 2016 അന്തരിച്ച അമേരിക്കൻ ചാന്ദ്രയാത്രികൻ ആരായിരുന്നു? ഉത്തരം: എഡ്ഗർ മിച്ചൽ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹം തന്റെ യഥാർത്ഥ പേര് 1980കളിൽ മാറ്റി പേരിന്റെ കൂടെ പുതുതായി ഒരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ സഹോദരി ബ്രദർ എന്നതിനെ തെറ്റായി ഉച്ചരിച്ച പേരാണ് അദ്ദേഹം സ്വന്തം പേരിന്റെ കൂടെ സ്വീകരിച്ചത്. ആരാണ് അദ്ദേഹം? ഉത്തരം: എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിലിറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയായ എഡ്വിൻ ആൽഡ്രിന്റെ സഹോദരി ബ്രദർ എന്നത് തെറ്റായി ഉച്ചരിച്ചത് ബെസർ എന്നായിരുന്നു. അതിൽ നിന്നാണ് ബെസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് മരിയൻ മൂൺ എന്നായിരുന്നു. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിലിറങ്ങിയ ആൽഡ്രിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മനോഹരം, മനോഹരം, ഗംഭീരമായ ശൂന്യത. ആംസ്ട്രോങ്ങിനെയും ആൽഡ്രിനെയും കൂടാതെ അപ്പോളോ 11 ദൗത്യത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെയാളാണ് മൈക്കൽ കൊളൈൻസ്. വാഹനം നിയന്ത്രിക്കേണ്ടിയിരുന്നതിനാൽ അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. പുരാണത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. കുബേരൻ നൽകിയ വമ്പൻ സദ്യ വയറു നിറയെ കഴിച്ച് തന്റെ വാഹനമായ എലിയുടെ പുറത്തു കയറി വരികയായിരുന്നു ഗണപതി. ആ സമയത്ത് ഒരു പാമ്പ് മുന്നിൽ വരികയും എലി പേടിച്ചോടി പോവുകയും ചെയ്തു. എലിയുടെ പുറത്തുനിന്ന് വീഴുന്ന ഗണപതി കഴിച്ചതെല്ലാം അവിടെ ഛർദ്ദിച്ചു. ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചെന്നും അതിൽ കുപിതനായ ഗണപതി തന്റെ കൊമ്പ് പൊട്ടിച്ച് ചന്ദ്രനെ എറിഞ്ഞെന്നുമാണ് കഥ. വിനായക ചതുർത്ഥി ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. എന്താണ് അത്? ഉത്തരം: വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്നതാണ് വിശ്വാസം. ഗണപതി അന്ന് കൊമ്പുകൊണ്ട് എറിഞ്ഞതാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കലയും ഗർത്തങ്ങളും ഉണ്ടാവാൻ കാരണം എന്ന് ഐതിഹ്യം. ഇസ്ലാമിൽ ചന്ദ്രനെ ദൈവത്തിന്റെ ഒരു ചിഹ്നമായി കണക്കാക്കുന്നു. റംസാൻ മാസത്തിന്റെ ആരംഭം, അവസാനം എന്നിവ നിർണയിക്കുന്നതിൽ ചന്ദ്രൻ പ്രാധാന്യം അർഹിക്കുന്നു. ഒട്ടേറെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പതാകകളിലും മറ്റു ചിഹ്നങ്ങളിലും അർദ്ധചന്ദ്രന്റെ രൂപം കാണാം. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം: ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. നാസയുടെ ആസ്ഥാനം? ഉത്തരം: വാഷിംഗ്ടൺ, അമേരിക്ക. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തരം ബഹിരാകാശ വാഹനങ്ങളിലും 2 പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തി ആരാണ്? ഉത്തരം: അപ്പോളോ 16 മിഷൻ കമാൻഡർ ആയിരുന്ന ജോൺ യങ്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില എത്രയാണ്? ഉത്തരം: പകൽ സമയത്ത് 137 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്? ഉത്തരം: ഡോക്ടർ വിക്രം സാരാഭായ്. ISROയുടെ ആസ്ഥാനം? ഉത്തരം: ബാംഗ്ലൂർ. ചന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്തായിരുന്നു? ഉത്തരം: ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. ചന്ദ്രയാൻ 1ന്റെ പദ്ധതി ചെലവ് എത്രയായിരുന്നു? ഉത്തരം: ഏകദേശം 386 കോടി രൂപ. പേലോഡുകൾ എന്നാൽ എന്താണ്? ഉത്തരം: പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ. നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്നാൽ എന്താണ്? ഉത്തരം: ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹ പദാർത്ഥങ്ങളുമായ വസ്തുക്കളെയാണ് നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കുന്നതിന് ഉപയോഗിച്ച ഉപകരണം? ഉത്തരം: മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം: 50 ലക്ഷം ടൺ. ഫ്രഞ്ച് വിക്ഷേപണ കമ്പനി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: അരിയാൻ സ്പേസ്. ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം?
ഉത്തരം ചന്ദ്രവാഹനം. M3 ഡിസൈൻ ചെയ്യാൻ നാസ ഉപയോഗിച്ച 2 ഓർഗനൈസേഷനുകൾ. ഉത്തരം ഹൂസ്റ്റണിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി ദ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി. റോസ് എന്ന ഉപകരണം വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇറ്റാലിയൻ സ്പേസ് ഏജൻസി. ബഹിരാകാശ യാത്രികർ ധരിക്കുന്ന പ്രത്യേക വേഷ സംവിധാനത്തിന്റെ പേര്? ഉത്തരം സ്പേസ് സ്യൂട്ട്. മനുഷ്യനെ കയറ്റിയ ആദ്യത്തെ അപ്പോളോ വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 7. ചാന്ദ്രജീപ്പ് മണിക്കൂറിൽ 17 കിലോമീറ്റർ ഓടിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? ഏതു യാത്രയിൽ? ഉത്തരം ജോൺ യങ് അപ്പോളോ 16 യാത്രയിൽ. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് യാത്രികരാണ് തോമസ് മാറ്റിംഗ്ലി, ചാൾസ് ഡ്യൂക്ക്. സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളി? ഉത്തരം കൊറോണ. ടെർമിനേഷൻ ഷോക്ക് എന്നാൽ എന്താണ്? ഉത്തരം സൗരക്കാറ്റിന്റെ വേഗം കുറയാൻ തുടങ്ങുന്ന ഇടമാണ് ടെർമിനേഷൻ ഷോക്ക്. സൗരക്കാറ്റ് മണിക്കൂറിൽ 10 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സൂര്യനിൽ നിന്ന് അകലുന്നു. ഇത് നക്ഷത്രാന്തര സ്പേസിൽ എത്തുമ്പോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകുന്നു. ബഹിരാകാശത്ത് വെച്ച് പേടകത്തിന് പുറത്തിറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ? ഉത്തരം അലക്സി ലിയോനോവ്. കിഴക്കു ഭാഗത്ത് പ്രഭാത നക്ഷത്രമായും പടിഞ്ഞാറ് സായൻ നക്ഷത്രമായും കാണുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. PSLV C8 വിക്ഷേപിച്ച ഇറ്റാലിയൻ ഉപഗ്രഹത്തിന്റെ പേര്? ഉത്തരം എജൈൽ. ഓഷ്യൻ സാറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം PSLV C13. സൂര്യ സിദ്ധാന്തം എന്ന വാന നിരീക്ഷണ ശാസ്ത്ര ഗ്രന്ഥം രചിച്ച പ്രാചീന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. ചന്ദ്രന് ചുറ്റുമുള്ള ബഹിരാകാശ വാഹനത്തിന്റെ പരിക്രമണത്തിൽ സ്വാധീനിക്കുന്നത് എന്താണ്? ഉത്തരം മാസ് കോണുകൾ. തമോഗർത്തം എന്ന ആശയം അവതരിപ്പിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ആർച്ചിബാൾഡ് വീലർ. സൂര്യഗ്രഹണം നടക്കുന്നത് ഏത് ദിവസത്തിലാണ്? ഉത്തരം അമാവാസി ദിവസം. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം. കൽപ്പന ചൗളയുടെ ഭർത്താവിന്റെ പേര്? ഉത്തരം ജീൻ പിയറി ഹാരിസൺ. കാലാവസ്ഥ ബലൂണുകൾ ഭൗമ ഉപരിതലത്തിൽ നിന്നും പോകാറുള്ള ഉയരം? ഉത്തരം 40 കിലോമീറ്റർ. ഹരിതഗ്രഹവാതകങ്ങൾ എന്നാൽ എന്താണ്? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് എന്നിങ്ങനെ ആഗോള താപനം വർദ്ധിക്കാൻ സഹായിക്കുന്നവയെ ഹരിതഗ്രഹവാതകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ബാഹ്യപടലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം? ഉത്തരം അലുമിനിയം. ഹബിൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ഹബിൾ. സൗരക്കാറ്റിനെ പിടിച്ചെടുത്തത് സോവിയറ്റ് യൂണിയന്റെ ഏത് പരീക്ഷണ ഉപഗ്രഹമായിരുന്നു? ഉത്തരം ലൂണ 3. ചൊവ്വാഗ്രഹത്തിന്റെ ജീവന്റെ തുടുപ്പ് തേടി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേടകം 26 നവംബർ 2011 യാത്ര തിരിച്ചു. ഈ പേടകത്തിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ക്യൂരിയോസിറ്റി. പ്രപഞ്ചത്തിൽ ഇതുവരെ വെച്ച് കണ്ടെത്തിയിട്ടുള്ളവയിൽ ഏറ്റവും വിദൂരമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? ഉത്തരം ക്വാസറുകൾ.
ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? ഉത്തരം നൈട്രജൻ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഏത് വിഖ്യാത ശാസ്ത്രജ്ഞന്റെ രചനയാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. ICBM എന്നാൽ എന്താണ്? ഉത്തരം ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭൂരിഭാഗം വേലിയേറ്റവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലം. ആദ്യമായി നക്ഷത്ര ദൂരം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഫ്രെഡറിക് ബെസൻ. ഓസോൺ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺബീൻ. ലൈക്ക എന്ന നായ ബഹിരാകാശ യാത്ര നടത്തിയ വാഹനം? ഉത്തരം സ്പുട്നിക് 2. ഒരു ഗ്രഹം എന്ന സ്ഥാനം 2006 നഷ്ടപ്പെട്ട പ്ലൂട്ടോ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ക്ലെഡ് ടോംബോ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്ന കണികകൾ? ഉത്തരം ടാക്യോണുകൾ. ആൽഫ സെന്റോറി എന്ന നക്ഷത്രം ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 4.3 പ്രകാശവർഷം. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ഉത്തരം ചുരുങ്ങിയത് 10,000 കോടി നക്ഷത്രങ്ങൾ. സൗര ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം? ഉത്തരം സിലിക്കൺ. പ്രകാശ ഉറവിടങ്ങളുടെ പ്രകാശ തീവ്രതകൾ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഫോട്ടോമീറ്റർ. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ സൂര്യനിൽ നിന്നും വരുന്ന താപം ആഗിരണം ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ജോസഫ് ഫോറിയർ. കൃത്രിമമായി ശൂന്യത ആദ്യമായി സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം ടോറിസെല്ലി. ഊർട്ടുമേഘം എന്നാൽ എന്താണ്? ഉത്തരം ഗ്രഹങ്ങളിൽ നിന്ന് വളരെ അകന്ന് സൗരയൂഥത്തെ മൊത്തം ആവരണം ചെയ്യുന്ന ഹിമശകലങ്ങളുടെ വലിയ ശേഖരമാണ് ഊർട്ടുമേഘം എന്ന് അറിയപ്പെടുന്നത്. ആര്യഭടൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം? ഉത്തരം ആര്യഭടീയം. അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങിയത് എന്നാണ്? ഉത്തരം 2012 ഓഗസ്റ്റ് 6. ഓർബിറിയ എന്നാൽ എന്താണ്? ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഒരു ഗ്രഹം. ബാഹ്യാകാശത്തിലൂടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ഹെർമാൻ ടിറ്റോവ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ ദിവസം? ഉത്തരം 1984 ഏപ്രിൽ 3. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു? ഉത്തരം മൈക്കൽ കൊളീൻസ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. സെലനോഗ്രാഫിയുടെ പിതാവ്? ഉത്തരം ജോഹാൻ സ്ട്രോട്ടൻ. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല വലുതാകുന്ന പ്രതിഭാസം? ഉത്തരം വൃദ്ധി. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.38 km/s. ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ടെറേ. ചന്ദ്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം? ഉത്തരം മോൺസ് ഹാഗൻസ്. അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്ന വ്യക്തി? ഉത്തരം
മൈക്കിൾ കൊളീൻസ്. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി. ഉത്തരം വി ഗിരി. ഹൈഡ്രോസിൽ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. ചന്ദ്രനിലെ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ പരുത്തിച്ചെടി മുളപ്പിച്ച ദൗത്യം. ഉത്തരം ചാങ്-ഇ 4. ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശഗോളം. ഉത്തരം ചന്ദ്രൻ.